ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് CH മുഹമ്മദ് കോയ ക്വിസ്. ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തത് ഏത് നഗരത്തെയാണ്? ഉത്തരം എഡിൻബറ എന്ന നഗരത്തെയാണ് ലോകത്തിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തെരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഉത്തരം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ തകർന്ന വിദ്യാലയത്തെക്കുറിച്ച് കേട്ടല്ലോ. വിദ്യാലയമുള്ള സ്ഥലപ്പേര് എഴുതുക. ഉത്തരം വെള്ളാർമല. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ ആരാണ്? ഉത്തരം B. അനന്തകൃഷ്ണൻ. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്തരം അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ. 2024 US ഓപ്പൺ പുരുഷ സിംഗിൾ ജേതാവ് ആരാണ്? ഉത്തരം ജാനിക് സിന്നർ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ. 2024 US ഗ്രാൻഡ് സ്ലാം വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? ഉത്തരം അരിന സബലെങ്ക. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ഉത്തരം ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ദേശീയ കായിക ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ബ്രിട്ടന്റെ പഴയ പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ഋഷി സുനാക് ആയിരുന്നല്ലോ. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം കെയർ സ്റ്റാർമർ ആണ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? ഉത്തരം സന്തോഷ് ട്രോഫിയാണ് ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. ഈ കവിത വൈലോപ്പള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലേതാണ്? ഉത്തരം വൈലോപ്പള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണിത്. ഫിഫയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് ഫിഫയുടെ പൂർണ്ണരൂപം.